നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് വാട്സപ്പിലൂടെ ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി നൽകുകയാണ്. അദ്ദേഹം ഈ പ്രദോഷ പ്രദക്ഷിണത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം കേട്ടിട്ടുണ്ട്, ഈ പ്രദോഷ പ്രദക്ഷിണം നടത്തി കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യങ്ങളുണ്ടാവും, പാപവിമുക്തി ഉണ്ടാവും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ലഭ്യമാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ രീതികളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രദോഷവ്രതത്തെക്കുറിച്ച് ഏവർക്കും അറിയാമായിരിക്കും. പ്രദോഷവ്രതം എന്ന് പറയുന്നത് ഹൈന്ദവരിൽ, ശിവഭക്തരിൽ ബഹുഭൂരിപക്ഷം പേരും ആചരിക്കുന്ന ഒരു മഹാവ്രതമാണ്. അത് വെളുത്ത പക്ഷത്തിലും ഉണ്ട്, കറുത്ത പക്ഷത്തിലും പ്രദോഷമുണ്ട്. കറുത്തവാവ് കഴിഞ്ഞ് 13ാമത്തെ ദിവസം വരുന്ന ത്രയോദശിയും വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന 13ാമത്തെ ദിവസം വരുന്ന ത്രയോദശിയുമാണ് പ്രദോഷമായിട്ട് എടുക്കുന്നത്. അപ്പോൾ കലണ്ടറിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സന്ധ്യാനേരത്ത് ത്രയോദശി വരുന്ന ദിവസമാണ് പ്രദോഷമായിട്ട് കണക്ക് കൂട്ടുന്നത്. രാവിലെ സമയത്ത് ത്രയോദശി വരുന്നതല്ല, സന്ധ്യയ്ക്ക് ത്രയോദശി വരണം. 5 തരം പ്രദോഷങ്ങൾ വേറെയുണ്ട്. നിത്യപ്രദോഷം, പക്ഷപ്രദോഷം, മാസപ്രദോഷം, മഹാപ്രദോഷം, പ്രളയപ്രദോഷം എന്നിങ്ങനെ 5 തരം പ്രദോഷങ്ങളുണ്ട്. നമ്മൾ പൊതുവിലെടുക്കുന്നത് ഈ ദിവസം വ്രതം എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, തലേ ദിവസം ഒരിക്കലൂണായിരിക്കും. വൈകുന്നേരം ശിവഭജനങ്ങളെല്ലാം നമ്മൾ നടത്തും. പിറ്റേ ദിവസം രാവിലെ ഭഗവാന്റെ നടയിൽ ചെന്ന് പ്രാർത്ഥിക്കും. അവിടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ വീട്ടിൽ തന്നെ ഇരുന്ന് ശിവപഞ്ചാക്ഷരം, ഓം നമഃ ശിവായ മന്ത്രം ജപിക്കും. മാത്രമല്ല ശിവ കഥകൾ പാരായണം ചെയ്യും. ശിവനെക്കുറിച്ച് അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കും. ശിവപുരാണം പാരായണം ചെയ്യും. അങ്ങനെയാണ് അത്. ക്ഷേത്രത്തിൽ തന്നെ നടയടയ്ക്കുന്നവരെ രാവിലെ അവിടെ ഇരുന്നിട്ട്, അവിടെ പ്രാർത്ഥിച്ചിരുന്നിട്ട് വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം വീണ്ടും ക്ഷേത്രത്തിൽ പോകുന്ന സമ്പ്രദായമുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അന്നേ ദിവസം വൈകുന്നേരം പ്രദോഷ സമയത്ത് ഭഗവാനെ കണ്ടു തൊഴുത് വൈകുന്നേരം ക്ഷേത്രത്തിൽ കരിക്ക് കൊടുത്ത് നേദിച്ച് കുടിച്ച് വ്രതം മുറിക്കുന്നതാണ് പൊതുവിലെ നാട്ടിൽ വരുന്ന രീതി. എന്നാൽ ആ പ്രദോഷ ദിവസം പൂർണ്ണമായിട്ടും വ്രതം മുറിക്കാതെ പിറ്റേ ദിവസം രാവിലെ മാത്രം വ്രതം മുറിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാലും പൊതുവിലെ നാട്ടിൽ കാണപ്പെടുന്നത് ആ ദിവസം തന്നെ വൈകുന്നേരം ക്ഷേത്രത്തിലെ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇളനീര് കുടിച്ച്, പൂജിച്ച ഇളനീര് കുടിച്ച് വ്രതം മുറിക്കും. ചിലർ പഴമായിരിക്കും നേദിച്ച് കഴിക്കുക. അങ്ങനെ കഴിച്ച് വ്രതം മുറിക്കും. ഇതിൽ ഈ രാത്രി സമയത്ത് നിവേദ്യച്ചോറ്, പടച്ചോറ് മേടിച്ച് കഴിക്കുന്നവരുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് നേദിച്ച്. എന്നാൽ ചിലർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം നിവേദ്യം കഴിക്കണമെന്നുണ്ടാവും. കാര്യം അവരുടെ ആരോഗ്യസ്ഥിതി അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ളവർ ക്ഷേത്രത്തിൽ നിന്ന് പടച്ചോറ് വാങ്ങിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാറുണ്ട്. അത് കഴിവതും വ്രത രീതിയിൽ അത്ര ശുഭകരമല്ല. രാത്രി വരെ ഒന്നും കഴിക്കാതിരുന്നിട്ട് രാത്രി ഫലവർഗ്ഗങ്ങളോ കരിക്കോ അല്ലെങ്കിൽ പടച്ചോറോ കഴിച്ച് ആ രീതിയിൽ വ്രതം മുറിക്കുന്നത് കൂടുതൽ പുണ്യമായിട്ട് കാണുന്നുണ്ട്. ഇനി അതിന് ആരോഗ്യസ്ഥിതി ഇല്ലാത്തവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം പടച്ചോറ് കഴിക്കാം എന്നേ പറയാനുള്ളൂ. അതൊരു വ്രത സമ്പ്രദായമാണ്. നമ്മളിവിടെ പറഞ്ഞു വരുന്നത് പ്രദോഷ ദിവസം വൈകുന്നേരം, പ്രത്യേകിച്ച് ഈ പ്രദോഷം എന്ന് പറയുന്നത് ചില അസ്തമനത്തിന് മുമ്പുള്ള 1.5 മണിക്കൂറും അസ്തമനത്തിന് ശേഷമുള്ള 1.5 മണിക്കൂറും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ദിവസപ്രദോഷത്തിൻ്റെ രീതിയിൽ അസ്തമന സമയത്ത്, അതായത് സൂര്യാസ്തമിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ തെളിയുന്നില്ലേ, ആ ഒരു കാലയളവിനെ ചില ഭാഗങ്ങളിൽ എടുക്കുന്നുണ്ട്. അത് ദിവസപ്രദോഷത്തിൽ വരുന്നതാണ്, ഈ മാസപ്രദോഷത്തിൽ വരുന്നതല്ല. എന്തായാലും ഈ സമയത്ത് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രദോഷ പ്രദക്ഷിണം നടത്തണം. അത് വളരെ പുണ്യമാണ്. ഓം നമഃ ശിവായ ജപിച്ചു വേണം നമ്മൾ ഈ പ്രദോഷ പ്രദക്ഷിണം നടത്തേണ്ടത്. ഇത് അടിപ്രദക്ഷിണമായിട്ട് വയ്ക്കും. അല്ലാതെ, അതായത് ഒരു കാല് മറുകാലിൽ തട്ടി നടക്കുന്ന രീതി ഉണ്ടല്ലോ. ഒരു കാല് ഇങ്ങനെ വെച്ചിട്ട് അടുത്ത കാലിൽ ഇങ്ങനെ വയ്ക്കും, അടുത്ത കാലിങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ അടിപ്രദക്ഷിണമായിട്ട് വയ്ക്കാം. സാധാരണ നെഞ്ചിൽ കൈകൂപ്പി വെച്ച് തൊഴുത് നമുക്ക് പിന്നെ ജപിക്കാം. അതിന് ആദ്യമായിട്ട് ഈ പ്രദോഷ പ്രദക്ഷിണം നടത്തുന്ന ശിവനെ നോക്കി 108 തവണ മന്ത്രം ജപിക്കണം. ഓം നമഃ ശിവായ ജപിച്ച് നന്ദീശ്വരനെ നമസ്കരിച്ച് ഓം നന്ദീശ്വരായ നമഃ എന്ന്
താണു വണങ്ങി തൊഴുത് അതിനുശേഷമാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. അത് പ്രദക്ഷിണം ചെയ്ത് ഓവ് വരെ പോയിട്ട് ഓവ് മുറിച്ച് കിടക്കാതെ തിരികെ വന്ന് വീണ്ടും ശിവനെയും നന്ദിയെയും വണങ്ങി തിരികെ ഓവ് വരെ ചെന്ന് അവിടെ നിന്ന് ഓവ് മുറിച്ച് കിടക്കാതെ വീണ്ടും ചുറ്റി അങ്ങനെ 3 വട്ടം ശിവക്ഷേത്രത്തെ പ്രദക്ഷിണം നിങ്ങൾക്കറിയാമല്ലോ. ആ രീതിയിൽ 3 വട്ടം നമ്മൾ പ്രദക്ഷിണം വയ്ക്കണം. ഇതാണ് ഈ പ്രദോഷ പ്രദക്ഷിണം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കുന്ന രീതി പോലെ തന്നെയാണ്. പക്ഷേ ഈ പ്രദോഷ സമയത്ത് അടിവെച്ച് ചെയ്യാമെങ്കിൽ, കാലടി ചേർത്ത് വെച്ച് നടന്ന് ചെയ്യാമെങ്കിൽ അതിന് കൂടുതൽ പുണ്യം കിട്ടുക. അതാണ് ഈ ചോദ്യകർത്താവിന് ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വളരെ പുണ്യകരമാണ്. എനിക്കറിയാം, വളരെ വളരെ പാപദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ, വളരെ കഷ്ടതയായിരുന്നു ജീവിതം. അദ്ദേഹം മാസപ്രദോഷങ്ങളിലെല്ലാം ഇങ്ങനെ പ്രദക്ഷിണം വച്ചു. പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കഷ്ടതകളൊക്കെ വളരെയധികം കുറഞ്ഞു. അദ്ദേഹം ജീവിതത്തിൽ വളരെ പുരോഗതിയൊക്കെ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അനുഭവസ്ഥരായ കുറേ പേരുണ്ട്. വളരെ നല്ലൊരു പ്രദക്ഷിണ രീതിയാണിത്. പ്രദോഷ ദിവസം കഴിയുന്നവരെല്ലാം ക്ഷേത്രത്തിൽ പോയി, ശിവക്ഷേത്രത്തിൽ പോയി പ്രദോഷ പ്രദക്ഷിണം നടത്തണമെന്നാണ് എൻ്റെയും താല്പര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇത് അഡ്മിൻ നമ്പറാണ്. നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം വിളിക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ അയ്യർ.